ഹലോ. ഇന്ന് പണിമുടക്കൊക്കെ അല്ലായിരുന്നോ? വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴാണ് ഇന്നലെ കടയിൽ പോയപ്പം അരിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയുണ്ട്. എന്നാൽ കുറച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് കരുതി. ഇലയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 എണ്ണം മുറിച്ചെടുത്ത്. പിന്നെ ഇലയട ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നു. യദുമോനാണെങ്കിൽ മഴയായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അവനുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയാനെ. അങ്ങനെ ആ സമയം കൊണ്ട് ഇലയട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇലയൊക്കെ കണ്ടിച്ച് കഴുകിയെടുത്ത് കുറച്ച് ശർക്കരയും ചിരണ്ടി വെച്ച് തേങ്ങയും ചിരകി വെച്ച് എന്നിട്ട് ഓരോ ഇലയിലായിട്ട് മാവെടുത്ത് വെച്ചിട്ട് പരത്തി. അങ്ങനെ പരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിലൊക്കെ പണ്ട് അമ്മ ഇലയട ഉണ്ടാക്കുന്നത് ഇഡലി പാത്രത്തിലൊന്നുമല്ല. അപ്പോൾ ഇഡലി പാത്രം ഇല്ലാത്തതാണെങ്കിൽ പണ്ടൊക്കെ ചോറ് കലത്തിലാണെങ്കിലും വെച്ചിട്ട് ഈ ചീനിയുടെ കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പൊക്കെ കലത്തിൽ ഇറക്കി വെക്കാവുന്ന രീതിയിൽ ഒടിച്ച് പാകപ്പെടുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായാലും ഈ ഇലയട വെച്ച് ആവി കയറ്റി വെച്ചാൽ മതി. അങ്ങനെ ഈ സമയത്തിന് ഇലയെല്ലാം പരത്തി മാവെല്ലാം പരത്തി അടപ്പ് വെച്ചു. പണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ഥിരം പരിപാടി ഈ ശർക്കരയും തേങ്ങയും കൂടെ ലാസ്റ്റ് വരുന്നത് കുറച്ച് തിന്നും. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ വാഴയില അപ്പം എല്ലാം അതിനകത്ത് ഇഡലി പാത്രത്തിൽ പറക്കി വെച്ച് ആ സമയത്ത് കുറച്ച് ചായയും തിളപ്പിച്ചു. ചായ തിളച്ച സമയത്ത് ഇലയട വെന്തോന്ന് നോക്കി. വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാമെന്ന് പറഞ്ഞെടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇലയട വെന്ത് അങ്ങനെ കട്ടൻ ചായയും റെഡിയായി. 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു. അപ്പോഴത്തേക്ക് യദുമോൻ്റെ സൗണ്ട് ഉറക്കമാണെന്ന്. അങ്ങനെ അവൻ്റെ സൗണ്ടും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ബഹളം എനിക്ക് ആ ഗ്ലാസ് മതി ഈ ഗ്ലാസ് മതി. അങ്ങനെ ഇലയട ഉണ്ടാക്കി. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.